നമുക്കൊരു ദിവസേ അവരെയൊക്കെ ഒന്ന് പോയി കാണാം. പോയത് തന്നെ. അമ്മയെ തന്നെ കാണാൻ പറ്റുന്നില്ല, പിന്നല്ലേ ഫ്രണ്ട്സിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അല്ല, നീ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വളർന്നോ? അവനെ വളർന്നു വരിക, അത് നിനക്ക് മാത്രം മനസ്സിലാകാത്തത്. അതെ, അമ്മ നിന്നെ കാണാനായിട്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും വരാം കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചാ എന്താ? അത് അതെ, കുറച്ച് കഴിയട്ടെ കേട്ടോ. മോന്റെ കൂടെ അമ്മ ഇവിടെ വന്ന് താമസിക്കാം. അമ്മ ചുമ്മാ പറയുന്നതാ. അതെ, പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നോ? എടുത്തു വെച്ചു. ദേ, ക്ലാസ്സിലെ വികൃതിയൊന്നും കാണിക്കരുത് കേട്ടോ. ഒച്ചയൊന്നും വെക്കരുത്. അമ്മയാണോ ക്ലാസ് ടീച്ചർ? പറയുന്ന കേട്ടില്ലേ? ദേ, സ്കൂൾ വിട്ടാ പുറത്തേക്കെങ്ങും ഇറങ്ങി ഓടരുത്, അവിടെ തന്നെ നിക്കണം. അമ്മൂമ്മയോ അമ്മയോ ഓട്ടോയായിട്ട് വിളിക്കാൻ വരും കേട്ടോ. അമ്മേ, ഞാൻ സ്കൂൾ ബസ്സിൽ പോവുകയും വരികയും ചെയ്തോളാം. അമ്മ ബസ് ഫീസ് അടക്കേ. അതെ, തൽക്കാലം ഓട്ടോ മതി. ബസ്സൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഒന്ന് പരിചയാവുന്നത് വരെ ഞങ്ങൾ നിന്നെ കൊണ്ടുവിടാനും കൂട്ടാനും ഒക്കെ വരാം. അമ്മേ, എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് വേണം. അല്ല, അപ്പൊ വീട്ടിലുള്ളത് കൊണ്ടുവന്നില്ലേ? ഇല്ല, അമ്മ എടുക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ നീ ആരുടെ കൂടെ കളിക്കാനാ മോനെ? ഇവിടുന്ന് നീ പുറത്തിറങ്ങരുതെന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞിരിക്കണേ? വിഷമായോ? അതെ, നമ്മളിവിടെ പുതിയ താമസക്കാരല്ലേ, ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം കുട്ടികളോടൊന്നിച്ച് കളിക്കാൻ വിടാം. അല്ല, നിനക്ക് സ്കൂളില് PT പീരീഡിൽ ക്രിക്കറ്റ് കളിക്കാമല്ലോ. എന്റെ പഴയ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞതേ ഞാൻ മറ്റൊരു സഞ്ജു സാംസൺ ആവുന്ന. ഇനി എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. അതൊക്കെ നടക്കൂടാ. നീ വലിയ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമൊക്കെ ആവും. ഓട്ടോ എന്താ വരാത്തത്? നീ ഒന്ന് വിളിച്ചു നോക്കി. സമയാവുന്നല്ലേ ഉള്ളൂ, വരും. അല്ല, ആരാ എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്? ആ, ഇന്ന് ഞാൻ കൊണ്ടുവിടാം. നാളെ മുതലേ അമ്മമ്മ കൊണ്ടുവിടും. മോളെ, അവന്റെ സന്തോഷം കണ്ടില്ലേ? ശ്രുതി ഇപ്പൊ എവിടെയാണാവോ? എന്ത് ചെയ്യായിരിക്കും? എന്താടാ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ആ കള്ളിയെ കുറിച്ചാണോ? അവളെ കുറിച്ച് ഞാൻ ആലോചിക്കാനോ? എന്റെ അമ്മേ, ആ കള്ളിയെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത് തന്നെ. ഓക്കാനം വരുന്നു ആലോചിക്കുമ്പോ തന്നെ. ഞാൻ ഓർക്കാൻ പോലും. അല്ല, നീ എന്താ ഷോറൂമിൽ പോവാത്തെ? അത് സ്റ്റാഫ് പറഞ്ഞു ഞാൻ ഷോറൂമിലേക്ക് ചെന്ന അവിടെ കച്ചവടം കുറവാ, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. അപ്പൊ അവിടെ നല്ല കച്ചവടം ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിന്നും പോകുന്നില്ലമ്മേ. നീയേ ഈ കപ്പൊന്ന് പിടിച്ചേ. എനിക്കാണോ? എന്താ അമ്മേ? എന്താ അമ്മേ? എടാ മണ്ട, എന്തോ? നീ അവിടെ ചെന്നാലേ അവർക്ക് കാശ് അടിച്ചു മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. ആണോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലമ്മേ. നീ ചിന്തിക്കില്ല. പോടാ, പോയി ഡ്രസ് മാറ്റിട്ട് പോവാൻ നോക്ക്. പോയി അവിടെ ചെന്നിരിക്കെ. ശരി അമ്മേ, ഇന്ന് എല്ലാത്തിനും പിരിച്ചുവിടും ഞാൻ. ആ ചായ ഒന്ന്. എനിക്കല്ലേ? ഇങ്ങനെ പോയാലേ അവര് നിന്നെയായിരിക്കും പിരിച്ചു. അതിന് ഞാൻ ഇടവരത്തില്ല. അതെ,
ചന്ദ്രൻ ഞാൻ പോയിട്ട് വരാം. ഇന്നെന്താണോ ചന്ദ്രയോട് പറയുന്നത്? സാധാരണ പുറത്തു പോകുമ്പോ രേവതി മോളോടല്ലേ പറഞ്ഞിട്ട് പോവാറ്? എടീ, ഇതിന് പറയുന്നതേ കുശുംബെന്നാ. അല്ല, നിങ്ങളുടെ ശബ്ദം എവിടെ പോയി? എന്ത് പറ്റി? മിണ്ടല്ലേ. അതെ, ഞാൻ ഉറക്കെ പറഞ്ഞാലുണ്ടല്ല രേവതി മോളും സച്ചിയും കേൾക്കും. അതാ പതുക്കെ പറയുന്നേ. ഓ, അവൻ കേട്ടാ പിന്നെ എന്നെ വിടുവോ? ഇന്നലെ അവൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? ആ, അപ്പൊ ജോലിക്ക് പോവാണല്ലേ? ശരി, പതുക്കെ. അതെ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബസ്സേ വേഗം കുറച്ച് ഓടിച്ചാ മതി. കണ്ണെത്തുന്നോടത്ത് ചെവിയെത്താത്ത, ചെവി എത്തുന്നോടത്ത് കണ്ണെത്താത്ത പ്രായ. അതിലിടക്ക് നീ എന്നെ വയസ്സനാക്കിയല്ലേ? സമയമില്ലാതായി പോയി. ഇതിന് മറുപടി ഞാൻ വന്നിട്ട് പറയാം. ഞാൻ പോയിട്ട് വരാം. പോകാൻ വരട്ടെ. അല്ല, എങ്ങോട്ടാ പോകുന്നേ? അതെ മോളെ, ഇനി യൂണിയൻ ഓഫീസ് വരെ അശോകൻ അവിടെ നിൽക്കുക. ഞാൻ പോയിട്ട് വരട്ടെ. അവിടെ നിൽക്ക്. കള്ളം പറയണ്ട അച്ഛാ. അച്ഛൻ സ്കൂളിലേക്കല്ലേ പോകുന്നേ? അല്ല, അത് അച്ഛൻ പോണ്ട. കാരണം അച്ഛന്റെ ജോലി തെറിച്ചു. ജോലി തെറിക്കാനാ? അതെ, കിട്ടിയ അച്ഛന്റെ ആ ജോലി അങ്ങ് പോയി. എന്താ കാരണം? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഞങ്ങളല്ലേ ആ ജോലി തെറിപ്പിച്ചേ. ദ്രോഹികളെ, അച്ഛന് 4 കാശ് കിട്ടുന്നത് നീയൊക്കെ ഇല്ലാണ്ടാക്കിയല്ലേ? ആ കാശിന്റെ ആവശ്യം അച്ഛനുമില്ല, ഞങ്ങൾക്കുമില്ല. അച്ഛാ, ഞങ്ങൾ അശോകൻ അങ്കിളിനെ വിളിച്ച കാര്യം പറഞ്ഞു. അങ്കിളും ഞങ്ങളും കൂടി ചേർന്ന് സ്കൂൾ മാനേജറെ വിളിച്ചു. അപ്പൊ അവർക്ക് ഡ്രൈവറെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന് പകരം ഞാൻ വരാന്ന്. അവരിപ്പോ ഓക്കെയും പറഞ്ഞു. എടാ ദുഷ്ടാ, അച്ഛന് കിട്ടുന്ന കാശ് നീ പോക്കറ്റിലാക്കാൻ നോക്കല്ലേ? കൊള്ളാം. കണ്ടില്ലേ? ശമ്പളം കിട്ടുന്ന കാശ് എനിക്ക് വേണ്ട. അത് നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. കാശിന് വേണ്ടിയല്ല ഞാൻ ജോലിക്ക് പോന്നെ. അച്ഛനെ ജോലിക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടിയാ. സോറി അച്ഛാ, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്തോ അച്ഛനെ ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാ. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ അച്ഛനോടുള്ള സ്നേഹവും കരുതലൊക്കെ കാണുമ്പോ കണ്ണും മനസ്സും ഒക്കെ നിറയാ. ഇതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊന്നും കിട്ടാറില്ല. ഈ മക്കളുടെ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം അച്ഛാ. എടാ, അപ്പൊ നിനക്ക് കാർ എടുക്കണ്ടേ? അതാ തൽക്കാലത്തേക്ക് വേറെ ആരെങ്കിലും വെച്ചോ? അച്ഛാ, ബസ് എടുക്കേണ്ടത് രാവിലെ വൈകുന്നേരമല്ലേ? ബാക്കി സമയം കാർ എടുക്കാലോ. ശരി ചെല്ലേ, പോയിട്ടോ. ദേ ശ്രദ്ധിക്കണേ, ബസ്സാ. ശരി അച്ഛാ. രേവതി, പോയിട്ട് വരാം. നിങ്ങൾ എന്നെ വിടില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ പാത്തും പതുങ്ങി പോവാൻ നോക്കിയേ. പക്ഷേ നിങ്ങളത് 10-40 മുഴം മുന്നേ അങ്ങ് എറിഞ്ഞു. ഇനി ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങില്ല, കണ്ടോ? അതിന് ഞങ്ങള് വിട്ടിട്ട് വേണ്ടേ? എടി, കണ്ടോ ഞാൻ കൊണ്ടുവന്ന മരുമോളെ കണ്ടോ? നീ കൊണ്ടുവന്ന മരുമോളെ എവിടെ? ഇനി ചായയും കുടിച്ചോണ്ടിരുന്നോ? ഓ, നിർത്ത്. എന്താ ഏട്ടാ, ഇപ്പോൾ സ്കൂൾ ടൈമാണ്. പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും അകത്തോടെ കയറ്റിവിടാൻ പറ്റില്ല. അല്ല, അത് പിന്നെ എൻ്റെ പേര് സച്ചി. ഇവിടെ സ്കൂൾ ബസ് ഡ്രൈവറുടെ ജോലി ഒഴിവിലേക്ക് എന്നെ നിയമിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ വരാൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ഓ, അത് ശരി. സോറി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വെക്കോളൂ. ഓ ശരി.
ആരാ മനസ്സിലായില്ല? സാർ ഞാൻ സച്ചി രാവിലെ ഓ, വിളിച്ചിരുന്നു. നമ്മുടെ ബസ് ഡ്രൈവറുടെ വേക്കൻസിയിലേക്ക് അല്ലേ? ആ അതെ. സച്ചി ഓഫീസിലേക്ക് വിളിച്ചിരുന്നോ? കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. സച്ചി ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. അച്ഛനെ കൊണ്ട് ഇനി ജോലി ചെയ്യിക്കണ്ടെന്ന് കരുതി മകൻ ജോലി ഏറ്റെടുത്തു അല്ലേ? രാവിലെ കുട്ടികളെ സമയത്തിന് പിക്കപ്പ് ചെയ്യണം, വൈകുന്നേരം തിരിച്ച് സുരക്ഷിതമായി കൊണ്ടുവിടണം. സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. അതുപോലെ ഡ്രൈവിംഗിൽ ഒരു തരത്തിലുള്ള അശ്രദ്ധയും പാടില്ല. ശരി. ചെറിയ കുട്ടികളാണ്, അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. വാഹനം അമിത വേഗതയിൽ ഓടിക്കരുത്. കുട്ടികളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപിക്കരുത്, പുകവലിക്കരുത്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. ഇല്ല സാർ, റോഡ് നിയമങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് സാർ ഞാൻ. ചെറിയ പ്രായം മുതലേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളാണ് ഞാൻ. ഗുഡ്. ഞാൻ പരമാവധി ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യും. അല്ല സാർ, ഞാൻ എപ്പോഴാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? നാളെ മുതൽ വന്നോളൂ. ബസ്സും റൂട്ടും ഒക്കെ അതിന്റെ ചാർജിലുള്ള സ്റ്റാഫ് പറഞ്ഞുതരും. ഓഫീസിലേക്ക് ചെന്നാൽ മതി. ശരി സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ആ ഒന്ന് വെയിറ്റ് wait ചെയ്യേ. ചെയ്യാം. നല്ല സ്കൂള്, കൊള്ളാം. അമ്മ ഇത് സച്ചിങ്ങള്. സച്ചി സച്ചി അതി വന്നേ. വാ, 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 വാ. അമ്മേ നീ ഇങ്ങ് വന്നേ ആദി. ഇങ്ങോട്ട് വാ. ഇത് എന്താ? മിണ്ടാതെ. അയ്യോ, നമ്മളെ കണ്ട പ്രശ്നാവല്ലോ. ആദി വന്നേ. വാ, വാ, വാ. ഇങ്ങോട്ട് വാ ആദി. എന്താ പ്രശ്നം എന്ന് പറ. ചേട്ടാ, ആ ഫോൺ ചെയ്യുന്ന ആളറിയോ? ദേ, ആ അറിയാം. അല്ല, അയാൾ എന്തിനാ ഇവിടെ വന്നേന്നറിയോ? അയാൾ ഈ സ്കൂളിന്റെ ബസ് ഡ്രൈവറാ. ഇന്ന് വന്നേ ഉള്ളൂ. താൽക്കാലിക ഒഴിവൊക്കെ അറിയാതാ. ആദി വാ. ശരി ഏട്ടാ, നീ ഇങ്ങോട്ട് വാ. പറഞ്ഞ കേക്ക് ആദി. അമ്മ ക്ലാസ് ഇപ്പൊ തുടങ്ങുന്നു. നീ ഇങ്ങോട്ട് വന്നേ ആദി. ആ ചേട്ടാ, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. കേറ്. ഒന്നുമില്ല, പെട്ടെന്ന് പോവാം. എന്താ അമ്മേ? മോളെ, ചേച്ചി മോളെ. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. അവനെ പിടിച്ചോ. വണ്ടി ഇവിടെ വെച്ചിട്ടേ സാറിന് എടുത്തോട്ട് ചെല്ലേ. ഇതാ അവിടെ. വണ്ടി നോക്കി ചേട്ടാ. സാറേ, എന്താടാ, നിനക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടേ? അല്ല സാറേ, അത് പിന്നെ ഞാൻ ഒരു അത്യാവശ്യത്തിന് പോവായിരുന്നു. അതുകൊണ്ട് വെപ്രാളത്തിന്റെ ഇടയ്ക്ക് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. ഓരോരോ കാരണങ്ങൾ പറയല്ലേ. നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ആ, ചെന്ന് ഫൈൻ അടയ്ക്ക്. സാർ പ്ലീസ്. പോയി ഫൈൻ അടയ്ക്കണ. ശരി സാർ. പേര് പറ. നന്ദു. വണ്ടി നമ്പർ? അരുണേ, താനിത് അങ്ങോട്ടാ. സാറേ, ഒരു അത്യാവശ്യം സാറേ, പെട്ടെന്ന് വരാം.
ആദി, നീ ഇറങ്ങ. നാളെ വരണോ? ഞാൻ വിളിക്കാം. ആ. എന്തു പറ്റി? എന്താ ഇവനെയും കൊണ്ട് തിരിച്ചു വന്നത്? ഇന്ന് ക്ലാസ് ഇല്ലേ? നീ ബാഗ് അകത്തോണ്ട് വെച്ചേ. എന്താ കല്യാണി, എന്താ ഒരു ദേഷ്യം? അവൻ വല്ല വികൃതിയും കാണിച്ചോ? തേടി പിടിച്ച് അവനെ ചേർത്ത സ്കൂള് കൊള്ളാം. വേറെ എത്ര സ്കൂളുണ്ടായിരുന്നു? എന്താ കല്യാണി പ്രശ്നം? സച്ചി ആ സ്കൂളിലാ ജോലി ചെയ്യുന്നത്. അവനെ ചേർത്ത സ്കൂളിലെ ബസിന്റെ ഡ്രൈവറായിപ്പോ. അയ്യോ, അവൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടോ? ഇല്ല, ഭാഗ്യത്തിന് അവൻ കണ്ടില്ല. കാണേണ്ടതായിരുന്നു. അവനിപ്പോ കാർ എടുക്കുന്നതൊക്കെ നിർത്തിയോ? അതൊന്നും എനിക്കറിയില്ല. താൽക്കാലിക ഒഴിവിൽ കയറിയതാന്നാ ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആദ്യേ സ്കൂള് മാറ്റി ചേർക്കാം, അത്ര തന്നെ. അത് വേണോ കല്യാണി? അത് വേണോ കല്യാണി? കാശ് കൊടുത്ത് ചേർത്തതല്ലേ, ആ കാശ് തിരികെ കിട്ടില്ല. മാറ്റി ചേർക്കുന്നതിന് വേറെ കാശ് കൊടുക്കുകയും വേണം. അത് മാത്രമല്ല, വേറെ നല്ല സ്കൂള് കണ്ടെത്തണം. അതിനൊക്കെ സമയം എടുക്കില്ലേ? പിന്നെ കുറച്ച് അടുത്ത് തന്നെ വേണ്ടേ? എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ മോളെ. അവൻ എന്നെ ആദ്യം ഒരുമിച്ച് കണ്ട പ്രശ്നാ, അതോടെ തീർന്നു. അവന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? എങ്ങനെയെങ്കിലും ആ വീട്ടിലൊന്ന് കയറി പറ്റാൻ നോക്കണം എനിക്ക്. കല്യാണം കഴിഞ്ഞതാ, ഒരു കുഞ്ഞെനിക്കുണ്ടെന്നൊക്കെ അറിഞ്ഞാ എന്നേക്കുമായി എന്റെ സുധിയായിട്ടുള്ള ബന്ധം അവസാനിക്കും. അതൊക്കെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. ഞാൻ ആഗ്രഹിച്ച് നേടിയൊരു ജീവിതം ഇത്. അതില്ലാതാക്കില്ല ഞാൻ. നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു. അതിപ്പോ അബദ്ധമായിപ്പോയി. എന്തായാലും സ്കൂൾ മാറ്റി ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇങ്ങനെ മാറ്റി മാറ്റി ചേർക്കുമ്പോ കുഞ്ഞിനത് വിഷമാവും. അവന്റെ മനസ്സ് കാണാതെ പോകരുത്. പിന്നെ എന്ത് ചെയ്യാനാ? ആദ്യം ഈ സ്കൂളിൽ പഠിച്ച അവൻ എന്റെ മകനാണെന്ന് സച്ചി എങ്ങനെയെങ്കിലും അറിയും. നമുക്ക് അറിയിക്കാതെ നോക്കാം, ശ്രമിക്കാം. അവനെന്തായാലും സ്കൂളിലെ രേഖകളൊന്നും പരിശോധിക്കാൻ പോകുന്നില്ല. സ്കൂള് മാറ്റി ചേർക്കുന്ന ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതി കല്യാണി. അവന്റെ മുന്നിൽ പെടാതെ എത്ര കാലം ഒളിച്ചു നടക്കാൻ പറ്റും? അവൻ എന്നും ആ സ്കൂളിൽ ഉണ്ടാവില്ലേ? ദേ, നീ ഇനി ആദ്യം സ്കൂളിൽ കൊണ്ടുവിടാൻ പോവണ്ട. കൊണ്ടുപോവാനും കൂട്ടിക്കൊണ്ടുവരാനും ഞാൻ പോവാം. വേറെ വഴിയില്ലല്ലോ. കഴിയുമെങ്കിൽ നിങ്ങൾ സച്ചിയുടെ മുന്നിൽ പെടാതെ നോക്കണം. സച്ചിനി ഡ്രൈവർ ആയാൽ തന്നെ അവൻ ഫുൾ ടൈം സ്കൂളിലുണ്ടാവാനുള്ള സാധ്യത കുറവാ. കൊണ്ടുവിടുമ്പോഴും കൂട്ടിക്കൊണ്ടുവരുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാ മതി. ആദ്യ ക്ലാസ്സിൽ കയറിയാ പിന്നെ അവൻ കാണുമൊന്നുമില്ല. ഇനി അഥവാ അബദ്ധവശാൽ അവൻ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്ക, അവനോട് നിങ്ങൾ എന്തു പറയും? നിനക്ക് പരുക്ക് പറ്റാത്ത രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം, അതുപോലെ. ഒരു കാരണവശാലും ഈ വീടിന്റെ അഡ്രസ്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഇനി പറഞ്ഞു കൊടുത്താ അവൻ രേവതിയും കൂട്ടി പിന്നെ ഇങ്ങോട്ട് വരാൻ നോക്കും, അത് ഉറപ്പാ. എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ അവൻ അടങ്ങിയിരിക്കില്ല. എങ്ങനെയെങ്കിലും അവൻ സത്യം കണ്ടെത്തും. എന്റെ അനുഭവം അതാ. 2 തവണയാ അവൻ എന്നെ, അവൻ കാരണമാ ഞാനിപ്പോ ഇങ്ങനെ അനുഭവിക്കുന്നെ. ഇനി ഒരിക്കൽ കൂടി അതുണ്ടായാ അതോടെ തീരുവല്ല. അമ്മേ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇക്കാര്യം ആദ്യോടും പറയാം. ആ ചേച്ചി, പൂവൊക്കെ ഞാൻ ഇന്നലെ കെട്ടിക്കഴിഞ്ഞു. ആ, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, അതാ കുറച്ച് വൈകിപ്പോയെ. ആ, ഞാൻ ഉടനെ തന്നെ എത്തിച്ചേക്കാം. ആ ശരി ചേച്ചി. ഇത്
ഈ എന്നെ പോലുള്ള ചില ഡ്രൈവർമാർക്ക് അടങ്ങിയിരിക്കാനൊന്നും കഴിയില്ല. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. റിട്ടയർ ചെയ്തപ്പോൾ ആലോചിച്ചതാ, ചെറിയൊരു വണ്ടി വാങ്ങി ഓടിച്ചാലോ. പെൻഷനൊപ്പം ചെറിയൊരു വരുമാനം കൂടി ആവുമല്ലോ. അതെങ്ങനെയാ? റിട്ടയർ ചെയ്യുമ്പോ കിട്ടിയ കാശുമായിട്ട് സുതി കടന്നു കളഞ്ഞു. അതോടെ ആ ആഗ്രഹവും മൂലക്കായി. ഇപ്പോ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാൻ അവസരം കിട്ടിയപ്പോ രണ്ടുപേരും കൂടി എന്നെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. എന്റെ അച്ഛൻ ഇപ്പൊ ഒരു ജോലിക്കും പോണ്ട. അസുഖമൊക്കെ ഉള്ളതല്ലേ. 3 നേരം മരുന്നും കഴിക്കുന്നുണ്ട്. അതൊക്കെ മറന്നോ? ഇപ്പതേ അച്ഛൻ വിശ്രമിക്കേണ്ട സമയോ. ഇപ്പൊ വിശ്രമിക്കുക തന്നെ വേണം. ഈ രാവിലെയും വൈകുന്നേരവും കുട്ടികളൊത്തുള്ള യാത്ര എന്ത് രസമായിരിക്കും. നശിപ്പിച്ചില്ലേ രണ്ടുപേരും കൂടി? ആ രസം തൽക്കാലം വേണ്ട. ഇവിടെയും കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അച്ഛൻ ആ കുഞ്ഞുങ്ങളോട് കളിച്ചും ചിരിച്ചും രസിച്ചുമൊക്കെ ഇവിടെ തന്നെ ഇരുന്നാ മതി. വേറെ എങ്ങും പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് ഈ വീട്ടിലെവിടെയാ കുഞ്ഞുങ്ങള്? ഹാ, പിന്നെ ഞങ്ങളൊക്കെ അച്ഛന്റെ കുഞ്ഞുങ്ങളല്ലേ. ദേവുവിന് സുഖമില്ല. അവള് ഹോസ്പിറ്റലിലാ ഉള്ളത്. ഞങ്ങള് വീട്ടിലേക്ക് വരുമ്പോ ഇവള് മുറിയില് ബോധമില്ലാതെ കിടക്കായിരുന്നു. ആന്റി, മെഡിസിൻ. ചെറുത്തെ ഇവനോട് പോകാൻ പറ. ഞാൻ എന്തിനു പോണം? ഞാൻ ദേവുനെ കാണാൻ വന്നത്. വേണ്ട, കൂടുതൽ സംസാരിക്കാതെ പോകുന്ന നല്ലത്. പോയില്ലെങ്കിൽ നീ എന്തിയോടാ?